ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേശികളും ആത്മാക്കളും നിന്നാലാൽ നിൽക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സൗഹൃദങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കയറുകയും ഞങ്ങളുടെ മനസ്സാക്ഷികളുടെ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ അന്തിക്കുമാറാകണമേ. പിതൃത്വപരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ പരിസരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ നയിച്ച് കളയണമേ. ഞാൻ ചെയ്തു. അതിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ നാവിധികം ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ഞാൻ ഭവിച്ചു പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ Oh, God.
സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്ത ഗുണമുണ്ടായിക മധ്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഹോശോ ആശ്രയിക്കും ഞാനരചനയെന്നുല ചെയ്യും സദാ ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്ങളിൽ നിന്നും വാതിലിൽ നിന്നും തന്റെ വിചാരിച്ച കാലം വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ ജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിൽ ഞങ്ങളുടെ ആഷ്കാലമൊക്കെയും സ്തുതിയും സ്തോത്രവും ആരാധനയും യോഗ്യമാകുന്നു. പാർക്കുമോ ബക്രഹുമയോ സുഖായ മനുഷ്യരുടെ സർവവിജ്ഞാനം നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമായ കർത്താവേ, നീ അനശ്വരമായ വെടിപ്പുള്ള മുഴുവനും അനാദിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിന് ശക്തിക്ക് തക്കവണ്ണം നിലവിളാതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനം കൊണ്ട് ദൈവോടെ അതിനെ നിറക്കുകയും ചെയ്തു. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമാകന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായ വിടുമ്പോൾ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവനത്താൽ അതിന്റെ കൂടെ തന്നെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായതിനെ നീ പൂർണ്ണത നൽകുകയും ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയിക്കപ്പെട്ടതിനുള്ള ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു തന്നെയാവുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ
നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമാകുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണ നിറവുള്ളവരുമായി തീരുവാൻ നീലാക്കണമേ. കർത്താവയുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വന്നിരിക്കുവാൻ കൃപയോട് നീ സംഗതിയാക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവരയിലൂടെ ആസ്കാലം മുഴുവനും ഇരുപത് തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും ഇടപെടാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവരയിലേക്ക് കരുണയോടെ ഇവരെ അണയുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകത്തിന്റെയും നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പരിഹാരവും പാപങ്ങളും മോചനവും രണ്ട് ലോകം നീക്കാം കൈകൊള്ളപ്പെടുമാ. മൂലം പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരബന്ധമല്ലാത്ത ഐക്യം ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നുമെന്നേക്കും
ഈ മോചനങ്ങളെ ആശീർവദിക്കുന്ന ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വലത്തുകയും ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായി വലത്തുകയും അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാർ നിന്നെന്ന പോലെ ആചാര്യന്മാർ വിവാദിച്ചെത്തുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങൾ സുസ്ഥിതിയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതിയേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സന്തോഷത്തെ പ്രതി ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും മോചനങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങളെ അവർക്ക് നൽകുകയും പരിപാലനയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഈ സഭാവിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തീകരിച്ചതുപോലെ ഇവരെ നീതിയാകുന്ന മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളാൽ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് മുതുകുവാൻ ദൈവമായ സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കി കളയുകയും അന്യോന്യം സ്നേഹിക്കാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുലഭശീലമായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ഉപേക്ഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാകുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരം ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. ഇതിനുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ നിന്ന് സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. വിജയശ്രീമായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. അത്യുന്നതനുടെ മാണവാട്ടി
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാവട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാവട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീബ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ആമേൻ. മണവാളൻ മിസ്റ്റർ ജോൺ, യെസ്, മണവാട്ടി മിസ് സ്റ്റെഫി. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യമേ ഒരു പുതിയ സംവത്സരത്തിൻ്റെ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. 3 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ വിവാഹം കഴിച്ചവർക്കും ഇപ്പോൾ വിവാഹം കഴിക്കുവാൻ പോകുന്നവർക്കും ഇനിയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ള ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവം മനുഷ്യന് നൽകിയ ഒന്നാമത്തെ സ്ഥാനം ഏതാണ്? മകൻ അല്ലെങ്കിൽ മകൾ എന്ന സ്ഥാനമാണ്. നമ്മളെല്ലാം ഈ സ്ഥാനത്തിൽ കൂടെ വളർന്നു വന്നവരാണ്. ഈ ഒന്നാമത്തെ സ്ഥാനം ഓരോരുത്തരും വിജയകരമായി അനുഗ്രഹകരമായി എങ്ങനെ പൂർത്തീകരിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് രണ്ടാമത്തെ സ്ഥാനമായിരിക്കുന്ന ഭർത്താവ് ഭാര്യ എന്ന സ്ഥാനം നിങ്ങൾക്ക് അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ സ്ഥാനം അപ്പോൾ ഏതായിരിക്കണം? പിതാവ് മാതാവ് എന്നുള്ള സ്ഥാനമാണ്. നാലാമത്തെ സ്ഥാനമോ? വല്യപ്പൻ വല്യമ്മ. അതെ, തുടർന്ന് അങ്ങനെ ഗോത്രപിതാക്കന്മാരൊക്കെ ആയിട്ട് പോകും, ഗോത്ര മാതാവ് ആകും കേട്ടോ. അപ്പോൾ ഏത് സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നുവോ ആ സ്ഥാനം നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറണം. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും ദൈവത്തെ കാണണം, ആരിലും ദൈവത്തെ കാണണം. ഒരു ചെറിയ സൃഷ്ടിയിൽ പോലും പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ദൈവത്തെ കാണണം, മനുഷ്യരിലേക്ക് നോക്കിയാൽ ദൈവത്തെ കാണണം. ഏത് ജീവജാലങ്ങളിലും ദൈവത്തിൻ്റെ ആ അദൃശ്യകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മിൽ ദൈവമുണ്ട്. നമ്മിൽ ദൈവമുണ്ടെങ്കിൽ നമ്മൾ വാ തുറന്നാൽ നമ്മുടെ വാക്കുകളിൽ ദൈവമുണ്ട്. നമ്മുടെ വാക്കുകളിൽ ദൈവമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവമുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഓർപ്പിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും സ്വമനസ മറ്റുള്ളവരുടെ ആലോചനകളോടും തീരുമാനങ്ങളോടും ആശീർവാദത്തോടും കൂടി ആയിരിക്കും ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചിരിക്കുകയാണല്ലേ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആഗ്രഹത്തെയും ഈ തീരുമാനത്തെയും നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവികമായ അനുഗ്രഹകരമായ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്ത് ആ ചിന്തയെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ശക്തമായിട്ടുണ്ടാവുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുന്നവരായിരിക്കണം. അവിടെ അദ്ദേഹം 3 കാര്യങ്ങളാണ് പറയുന്നത്. അത് തന്നെ ഇവിടെ പറയുന്നത് കേട്ടോ. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഒരു സ്വപ്നം ഉണ്ടാവണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തെപ്പറ്റിയും ഭാവിയെപ്പറ്റിയും ഒരു സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നം പൂർണിക്കുവാൻ തക്കവണ്ണം, അഥവാ സാക്ഷാത്കരിക്കുവാൻ തക്കവണ്ണം രണ്ടാമത് വേണ്ടത് പ്രാർത്ഥനയാണ്. മൂന്നാമത് മാത്രമേ ഉള്ളൂ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന്.
അപ്പോൾ നമ്മുടെ കഠിനാധ്വാനത്തിന് ഫലമല്ല നാം അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ. ദൈവത്തോട് നമ്മൾ എത്രമാത്രം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതിനനുസൃതമായിരിക്കും നമുക്ക് ലഭിക്കുന്ന മനസമാധാനവും സന്തോഷവും എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും അല്ല, എല്ലാ മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് വാ തുറന്നാൽ നല്ലത് മാത്രം പറയാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ? അവിടെ എന്ത് ചെയ്യണം? അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ലും ചെറിയൊക്കെ തന്നിരിക്കുന്നത് സ്ട്രോങ് ആയിട്ട് അടച്ചു പൂട്ടണം. ഒരു അനുഗ്രഹമാകും നമ്മുടെ ജീവിതം, സ്വർഗതുല്യമാകും. മരിച്ചതിന് ശേഷമല്ല സ്വർഗത്തിൽ പോകേണ്ടത് കേട്ടോ. കാരണം ദൈവമായി പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവമായ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ദൈവത്തിന് പാതവേട് തന്നെ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വസിക്കുന്ന നമ്മൾ സ്വർഗത്തിലല്ലേ വസിക്കേണ്ടത്? ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിക്കുന്നിടത്തോളം കാലം നാം സ്വർഗത്തിലാണ് വസിക്കുന്നുള്ള ചിന്തയോടുകൂടി ദൈവം എന്നോട് കൂടെ ഉണ്ട്. യോഹന്നാൻ പറയുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ അതെല്ലാം അടുത്ത നിമിഷം മാറിപ്പോകും. പക്ഷേ ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളുടെ മധ്യത്തിലുള്ളതെങ്കിൽ, ദൈവത്തിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അപ്പോൾ ദൈവത്തിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാവും, സ്വർഗത്തിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകും, സന്തോഷപ്രദവുമാകും. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഭഗവത്ഗീതയിൽ പ്രകാരം പറയുന്നുണ്ട്. ഒന്ന് ബ്രഹ്മചര്യം, രണ്ട് ഗൃഹസ്ഥാശ്രമം, മൂന്ന് വാനപ്രസ്ഥം, സന്യാസം. ഒന്നാമത്തെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബ്രഹ്മാവ്, ദൈവവും തന്നെ അർത്ഥം. പല ഭാഷകളുണ്ട്, പല ഭാഷകൾ ദൈവത്തെ വിളിക്കാറുമുണ്ട് ഇല്ലേ? തമിഴ് അല്ലെങ്കിൽ മുസ്ലിംസ് വിളിക്കുന്ന അള്ളാഹു എന്ന് വിളിക്കും, സുറിയാനിയെ വിളിക്കും ആലോഹു എന്ന് വിളിക്കും, ഇംഗ്ലീഷിൽ വിളിക്കും ഗോഡെന്ന് വിളിക്കും ഇല്ലേ? അപ്പോൾ വാക്കുകൾ മാറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആശയം ഒന്ന് തന്നെയാണ്. ദൈവത്തിൽ വസിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ബാല്യകാലം, അല്ലെങ്കിൽ മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നവരാകുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള ജീവിത കാലഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുവാൻ സാധിക്കും. അങ്ങനെ ദൈവത്തോട് വസിക്കുവാൻ പഠിച്ചവർക്ക് അവരുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമായിരിക്കും. തുടർന്നുള്ള എല്ലാ സ്ഥാനങ്ങളും. അതുകൊണ്ടല്ലേ അബ്രഹാമിനെയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആരെങ്കിലും അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? പക്ഷെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അബ്രഹാമിൻ്റെ പേര്. എന്തുകൊണ്ട്? വിശ്വാസികളുടെ പിതാവായി മാറി. ചിന്തിക്കണം നമ്മൾ. നമുക്കും അതുപോലൊക്കെ സ്ഥാനങ്ങൾ ദൈവം തരും. ആ ദൈവം അനുവദിക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇടത്തോടും വലത്തോടും നോക്കാതെ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതിന് തെളിവ് നമുക്ക് ഓരോരുത്തർക്കും കണ്ടുപിടിക്കുവാൻ സാധിക്കും. എന്താണെന്നറിയാമോ? അത് സ്വയം തെളിയിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ പലപ്പോഴും സാധിച്ചൊന്നും വരികയില്ല. എങ്കിലും ആ ലക്ഷ്യസ്ഥാനം നമ്മൾ ഉപേക്ഷിക്കുകയില്ല, ആ ലക്ഷ്യം നമ്മൾ മറക്കുകയില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം അന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കും. അവിടെയാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നമുക്ക് സാക്ഷിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നാം കൂടുതലായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു ഉദാഹരണം കൂടെ പറയാം. കിണർ കുഴിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. കിണർ കുഴിക്കുമ്പോൾ കുറേ ചെല്ലുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കാണുകയാണെങ്കിൽ കുഴിക്കുന്നവർക്കും അതിൻ്റെ ഉടമസ്ഥർക്കും വലിയ സന്തോഷമല്ലേ? പിന്നീടുള്ള പ്രവൃത്തി വേഗത്തിലാവും. എന്നതുപോലെയാണ് പ്രാർത്ഥിച്ചൊരനുഭവം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നാം കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. മറ്റെല്ലാ പ്രവർത്തനങ്ങളെക്കാൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വിജയം നേടുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കും. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് വാക്ക് ചുരുക്കുകയാണ്. അതായത് വിവാഹത്തെ പറ്റി അത് പറയുന്നത്.
വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായ വഹിക്കൽ എന്നാണ്. അത് നിങ്ങളുടെ ജീവിതം വിശുദ്ധമാകുന്നത് അവിടെയാണ് വിശുദ്ധ വിവാഹം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ജീവിതം തന്നെ വിശുദ്ധമാകുവാൻ തക്കവണ്ണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം, നിങ്ങളുടെ വിവാഹ ഉദാശയിൽ സംബന്ധിക്കുന്നവർക്കും ഒരു അനുഗ്രഹ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിൻ്റെ ഒരു സംതൃപ്തി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും എല്ലാ പ്രിയ ബന്ധുമിത്രാദികളുടെയും നാമത്തിലുള്ളതായ കുടുംബജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. Father
അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനെ ഇപ്പോഴുള്ളവരെ എന്നേക്കും നിലനിൽക്കുന്നതിനുമായ സ്വയംഭൂവും മാലാഖമാതന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അന്യാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബഹുലഗ്നിയോമോ സോദായും ലോമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും നാം പ്രാപിക്കുമാറാകട്ടെ. പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവ് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേ. എന്തെന്നാൽ വിശ്വാസത്തോടെ തലയും
ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരോരോട് ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി താൻ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്ന ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറവോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താനാണെന്ന് സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ മോക്ഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പേ എന്ന് നാളും നീതിയാവുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാനായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്കിനോടുകൂടി പ്രഥമ കൽപ്പനയാകുന്നു. ആഹാ പാർക്കുമോ. ദൈവത്തിന്റെ ജീവനോചനങ്ങൾ അറിയിപ്പിനെ He left Galilee and went into the region of Judea to the other side of the Jordan. Large crowds followed him, and he healed them there. Some Pharisees came to him to test him. They asked, "Is it lawful for a man to divorce his wife for any and every reason?" "Haven't you read," he replied, "that at the beginning the Creator made them male and female and said, 'For this reason a man will leave his father and mother and be united to his wife, and the two will become one flesh. So they are no longer two but one. Therefore what God has joined together, let man not separate.' Why then," they asked, "did Moses command that a man give his wife a certificate of divorce and send her away?" Jesus replied, "Moses permitted you to divorce your wives because your hearts were hard. But it was not this way from the beginning. I tell you that anyone who divorces his wife except for marital unfaithfulness and marries another woman commits adultery." The disciples said to him, "If this is the situation between a husband and wife, it is better not to marry."
Jesus replied, not everyone can accept this word, but only those to whom it has been given. For some are eunuchs because they were born that way, others were made that way by men, and others have renounced marriage because of the kingdom of heaven. The one who can accept this should accept it. Baruch Shaino Lahul forever and these crowns and the hands on which they are placed, in the name of the Father and of the Son and of the Holy Spirit. Klilo b'nei moran, benchmayo zohano he, lahatno yohe, prilo t'gohano soye prishe. കർത്താവിന്റെ നീതിയിൽ കീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Amen.
right heavens found that the priest praises on earth. നീതികിരീടവും അക്ഷയഭൂമിയുടെ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അരയിച്ചുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ബാറക്കുമോ ഓഷോ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമാത്തിന്റെ മണവാളത്വ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിട്ടെ. മശിഹ തന്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തെ വന്ന് നിങ്ങൾ ആവസിച്ച എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോടെ ഇരുന്ന് ആകൽക്കനുസാരുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സ്വയം ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കുന്നതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമി നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോകത്തിന് മക്കൾക്കുമാർ നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന് ദൈവത്തെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫ് നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തവരുടെ അനുഗ്രഹം നിങ്ങളിലും പടക്കാരുടെ കൈകളാൽ വയ്ക്കപ്പെടുന്ന കിരീടം വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപികളെന്ന പോലെ നിങ്ങളുടെ കടങ്ങളെല്ലാം ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത് ഭാഗത്തെ കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സുഖരാജ്യ അവകാശങ്ങളെ ഭരിക്കട്ടെ. നമ്മളിലൂടെ വാങ്ങിപ്പോയപ്പോൾ പരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. കൊണ്ടുപോകുന്ന പ്രവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെ നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതികളേറ്റാം. ആയതിപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും തന്നെ. Oh
സ്തോത്രം ഇവരുടെ വായൽ പാട്ടിടേണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ബന്ധേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവമേശയുടെയും പരിശുദ്ധ ശ്രീബായുടെയും വെളിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനകൂട്ടത്തിന്റെയും മുൻപിലാകുന്നു നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപിലല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം വരവേൽപ്പിച്ചിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും എന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവും പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തുള്ളവരായ സർവ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ബോറാനീശ്വരയുടെ വലത്തുകയും എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ഭാര്യ സ്വന്തം മാളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിപ്പാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിസരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടിയ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ നിങ്ങളിലും ഞങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവേ, Amen.
നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായി ഈ വിവാഹ ശുശ്രൂഷയെ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ ബലഹീനവും ബുദ്ധിമുട്ടുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥന നിന്റെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. ഓർമ്മ അബദ്ധൂൽ സ്മരണവല്ലി. ഇപ്പോൾ വധുവിനും വരണം സിമേനി സ്വർഗസ്മഹാനങ്ങളുടെ ആദ്യമായി ഈ ദമ്പതികളിൽ നിന്ന് സമാനം സത്യവചനമെന്ന പുസ്തകമാണ്. ഈ വചനം അവർ മുന്നോട്ട് നയിക്കട്ടെ. പ്രയാസപ്പെടുന്ന വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. ഈ കാതുകളിൽ നീയാണു രാഗം. ഒഴുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ. പറയൂ പതിയെ മഞ്ചാടിക്കോ